shine upon that star. You'll shower your love, God, you're beautiful. You told me you will be there for me. I feel your love, cause I do believe. I see you smile down on me. To love, to learn, to live. You taught us how to love, and you taught us how to live. God, you know that it's true. All our belief is in you. We are flying high, Lord's Academy. To love, to learn, to live. Lord's Academy, shine upon that star. You shower your bliss, Lord, you're wonderful. Our dreams are sky high. We climb the ladder up to the sky. This corridor, that fragrant rose taught us how to love, to learn, to live forever, Lord. Together we will grow. Our teacher showed us how. Carry us along with you forever. SKMJ ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊമേഴ്സ് ക്ലാസ്സിലെ മലയാള വിദ്യാർത്ഥികൾ സ്വന്തമായി ഒരു ഡോക്യുമെന്റ് നിർമ്മിച്ചിരിക്കുന്നു. 10 months, the judgment days of human life. അതിന്റെ പ്രകാശന ചടങ്ങായ ഈ നിമിഷത്തിലേക്ക് ആദ്യമായി എല്ലാവരെയും സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ തുടക്കം ഈശ്വര ചൈതന്യത്തോടു കൂടിയാവട്ടെ. പ്രാർത്ഥനയ്ക്കായി അശ്വതിയെ ക്ഷണിക്കുന്നു. ഒരു സ്വാഗതത്തോടുകൂടി ഈ വേദിയെ അനശ്വരമാക്കാൻ സ്കൂൾ ചെയർമാൻ ഇജാസത്തിനെ നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെ സ്കൂളിലെ കൊമേഴ്സ് ക്ലാസ്സിലെ കുട്ടികൾ ചെയ്ത ഒരു മഹത്തായ പ്രവർത്തനത്തെ വിലയിരുത്താൻ വേണ്ടിയാണ്. മറ്റൊരു വേദിയിൽ ഞാൻ പറയുകയുണ്ടായി, ജീവിതം എന്ന് പറയുന്നത് കുറെ എക്സ്പീരിയൻസുകളുടെ ഒരു മിക്സ്ചറാണ്. അത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുമ്പോഴാണ് അതിന്റെ എക്സ്ട്രീം വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ SKMJയിലെ കൊമേഴ്സ് ക്ലാസ്സിലെ കുട്ടികൾ അവരുടെ എക്സ്പീരിയൻസ് നമ്മളുമായി ഷെയർ ചെയ്യാം. ഈ അവസരത്തിൽ ഇതിന്റെ ഒരു പാട്ടാണ് വന്ന എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക്, ഈ സദസ്സിലേക്ക്
സ്വാഗതം ചെയ്യും. മറ്റു പരിപാടിയിൽ കാണുന്നത് പോലെ ആദ്യം ഗ്രേറ്റ് പേഴ്സണാലിറ്റികളെ സ്വാഗതം ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ നിങ്ങളാണ് ഈ പ്രസ്ഥാനത്തെ ജഡ്ജ്മെന്റ് ചെയ്യുന്നത്. ഈ ഡോക്യുമെന്ററിയുടെ പേര് പോലെ 10 days the judgment of human life. 10 months the judgment of human life. Here you have the judge. You are the judge. You are the judge. You have to judge their work. So let me step into my duty. I welcome our school principal, Circulation Sir, to the stage. Teacher representative and teacher, and Adarsh, the leader of this great work, to the stage. And once more, I welcome all you to be a part of this function. Thank you. അടുത്തതായി നമ്മുടെ എല്ലാം അഭിമാനമായ ഈ ഡോക്യുമെന്റിനെ കുറിച്ച് ചെറിയൊരു വിവരണം നൽകാനായി ആദർശിനെ ക്ഷണിക്കുന്നു. ഈ ഡോക്യുമെന്ററി ഞങ്ങളുടെ മലയാളം അധ്യാപകൻ ഷാജി മാഷിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഈ ഡോക്യുമെന്ററി എടുക്കാൻ തയ്യാറായത്. കുറെ വിഷയങ്ങൾ ഞങ്ങളെ അലട്ടിയിരുന്നു. ഏതിനും ആസ്പദമാക്കിയാണ് ഞങ്ങൾക്ക് ഡോക്യുമെന്ററി എടുക്കേണ്ടതെന്നായിട്ടൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ കൂടുതൽ റിസ്ക് എടുത്തിട്ടും ഞങ്ങൾ ഈ അപ്പോഷനെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി എടുക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ഞങ്ങൾ കുറെ ആലോചിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ടോപ്പിക് എടുത്തത്. ഈ ഡോക്യുമെന്ററി എടുക്കാൻ വളരെയേറെ പ്രശ്നങ്ങൾ ഞങ്ങൾ അധികം. ഏതായാലും ഈ ഡോക്യുമെന്ററി നമ്മളൊരു ഹോസ്പിറ്റൽ ചെന്നിട്ട് ഇതിന്റെ വിവരങ്ങൾ കളക്ട് ചെയ്ത് വിവരങ്ങൾ തരും. ഇനിയിപ്പോ അതിന് വേറെ കുഴപ്പങ്ങളുണ്ടാവുന്നത് ഉണ്ടായി. പക്ഷെ ഞങ്ങൾ വിചാരിച്ചതിനായിട്ടും വളരെ ലളിതകരമായ രീതിയിലാണ് ഞങ്ങൾ പൂർത്തീകരിച്ചത്. വയനാട്ടിലെ ടി വി ഓഫീസർ എബ്രഹാം ജേക്കബ് സാർ ഡോക്ടർ ഞങ്ങൾ വളരെയേറെ സഹായിച്ചു. പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസിലെ ജോൺ ആണ് ഞങ്ങൾക്ക് സമയപരിധി മൂലം നേരെ ഡോക്യുമെന്ററി പ്രകാശനത്തിലേക്ക് കടക്കുകയാണ്. അതിനായി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനിയായ മാം ടീച്ചർ, മറ്റ് സഹപ്രവർത്തകരെ, മീഡിയ പ്രവർത്തകരെ, ഇതിന്റെ അണിയറ ശില്പികളെ, പ്രിയപ്പെട്ട കുട്ടികളെ, വളരെ ഗൗരവമേറിയ അതോടൊപ്പം തന്നെ കാലിക പ്രസക്തിയുള്ളതായ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുത്തുകൊണ്ടാണ് നിങ്ങളുടെ കൂട്ടുകാർ ഇത്തരം ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചത്. സബ്ജക്റ്റ് നിങ്ങൾക്കറിയാം, ഭ്രൂണഹത്യക്കെതിരെയുള്ള ഒരു സന്ദേശമാണ് സബ്ജക്റ്റ് വിരുദ്ധമായിട്ട് ഉള്ളത് ഈ ഡോക്യുമെന്ററിക്ക്. ഇത് പറയുമ്പോൾ പഠനഭാഗത്തിന്റെ പാഠ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കുട്ടികൾക്ക് പ്രോജക്റ്റ് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് കുട്ടികൾ ഇത് ചെയ്തിട്ടുള്ളത്. അതിന് നേതൃത്വം കൊടുത്ത മുൻനിരയിൽ നേതൃത്വം കൊടുത്തത് ഷാജി സാറാണ്. ഷാജി സാറിനെയും പ്രവർത്തിച്ച അധ്യാപകരെയും ഈ കുട്ടികളെയും
ആദ്യമായി തന്നെ അഭിനന്ദിക്കുകയാണ്. തിരഞ്ഞെടുത്ത വിഷയം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, കാലികമായിട്ട് വളരെയേറെ പ്രസക്തിയുള്ളതാണ്. 20-ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ഡീജനറേഷൻ. അതിനെക്കുറിച്ചാണ് ടി.എസ്. എലിയറ്റ്, ആംഗ്ലേയ കവി ടി.എസ്. എലിയറ്റ് വേസ്റ്റ് ലാൻഡ് എന്ന പേരിൽ ഒരു കവിത എഴുതിയത്. അതിൽ പല പ്രമേയങ്ങളുണ്ട്. അതിലൊന്ന് നമ്മുടെ ഹ്യൂമൻ ലൈഫ് തന്നെയാണ്. അതില് ഇത്തരത്തിലുള്ള സന്ദേശമാണ് കവി ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. അത്തരത്തിലുള്ള ഒരു വേസ്റ്റ് ലാൻഡേഴ്സ് ആണ് ഇന്നത്തെ 21-ാം നൂറ്റാണ്ടിലെ സമൂഹം. ആ വേസ്റ്റ് ലാൻഡേഴ്സിനെ അവരുടെ ആ ചിന്താഗതിയിൽ നിന്ന്, പ്രവർത്തന രീതികളിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വളരെ അധികം തർക്കിക്കപ്പെട്ടിട്ടുള്ളതായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള കവിതയായിട്ടുള്ള വേസ്റ്റ് ലാൻഡ് എഴുതപ്പെട്ടിട്ടുള്ളത്. പക്ഷെ എങ്കിലും ലോകം അത് വളരെ ഗൗരവപൂർവ്വം തന്നെ ആ കവിത സ്വീകരിക്കുണ്ടായി. അതോടൊപ്പം തന്നെ അതിന് വേണ്ടത്ര പേരും പെരുമയും കിട്ടി. ഏതാണ്ട് അതുപോലെ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു സംരംഭമാണ് ഈ സ്കൂളിലെ ഒരു വിഭാഗം കുട്ടികൾ ചെയ്തിട്ടുള്ളത്. വളരെ ക്രൂരമായിട്ടുള്ള, മനുഷ്യൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോകുന്ന, ചെയ്യാൻ പാടില്ലാത്ത ഒരു ക്രൂരമുഖമാണ് ഈ ഡോക്യുമെന്ററിയിൽ വിഷയീഭവിച്ചിരിക്കുന്നത്. പെട്ടെന്ന് നമ്മുടെ സമൂഹം, കൺസർവേറ്റീവ് ആയിട്ടുള്ള സമൂഹത്തിന് അത് ഉൾക്കൊള്ളാനുള്ള എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മുതിർന്നവർ അതിനെ എങ്ങനെ നോക്കി കാണുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ പ്രാന്തദർശിയായിട്ടുള്ള ഏതൊരു വ്യക്തിക്കും വളരെയധികം ചിന്ത ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ളതായ ഒരു പ്രവർത്തനമാണ് ഇവർ ഈ ഡോക്യുമെന്ററിയുടെ കാഴ്ചവെച്ചിരിക്കുന്നത്. ബൈബിൾ അനുസരിച്ചെന്നാണെങ്കിൽ കൊല്ലരുത്, അതായത് കൊലപാതകം ചെയ്യാൻ പാടില്ല എന്നുള്ള 10 നിയമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കൊല്ലരുത് എന്നുള്ള നിയമം. ഒരു ജീവനെ പോലും കൊല്ലുവാനുള്ള അവകാശം നമുക്കില്ല എന്ന് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ സ്ഥിതിക്കാണ് വളരെ ക്രൂരമായ, മാരകമായ രീതിയിൽ നമ്മൾ കുഞ്ഞുങ്ങളെ വകവരുത്തുന്നത്. അതിന്റെ വളരെ മൃഗീയമായിട്ടുള്ള രൂപങ്ങളാണ്, ദൃശ്യങ്ങളാണ് ഈ ഡോക്യുമെന്ററിയിൽ, ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള അവസ്ഥകൾ വരുന്നതിന് കാരണം സമൂഹത്തിന്റെ ചിന്താശക്തി, ചിന്താരീതി, അതോടൊപ്പം തന്നെ ആദ്യം പറഞ്ഞതായ ഡീജനറേറ്റഡ് സൊസൈറ്റിയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഡീജനറേറ്റഡ് സൊസൈറ്റിയിലെ എന്തുകൊണ്ട് പ്രസക്തമായിട്ടുള്ള ഒരു തീമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ അധികം അവരെ അഭിനന്ദിക്കുകയാണ് ഈ തീം തിരഞ്ഞെടുത്തത്. ക്ലാസ് റൂം സിറ്റുവേഷൻ അല്ലെങ്കിൽ ക്യാമ്പസ് സിറ്റുവേഷൻ ഉണ്ടാകാവുന്ന പരിമിതികളൊക്കെ തന്നെ കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട്. ആ പരിമിതികൾ തന്നെ, അതോടൊപ്പം തന്നെ അവരുടെ തുടക്കം എന്നുള്ള നോയിസ് ആണ് അവര്. അതുകൊണ്ട് തന്നെ ആ തരത്തിലും അവർക്ക് പരിമിതികളുണ്ട്. അതിൻ്റെതായ പോരായ്മകൾ ഇതിൽ വന്നിട്ടുണ്ട്. അത്തരം പോരായ്മകളും മറ്റു വിഷമതകളും സഹൃദയ ലോകം, സമൂഹം ക്രിയാത്മകമായിട്ടുള്ള വിമർശനങ്ങളിലൂടെ അതിനെ നേർവഴിക്ക് കൊണ്ടുവരാനുള്ള പ്രയത്നം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഇതിനെ പരിപൂർണമായിട്ട് ഉൾക്കൊള്ളണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇവിടെ ഈ സംരംഭം ഒരു പരിപൂർണ വിജയത്തിലേക്ക് വീണ്ടും പോകാനുള്ള കഴിവ് അവർക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മേലിലും അത് സമൂഹത്തിന്റെ നന്മയ്ക്ക് ഗുണകരമായിട്ടുള്ള രീതിയിൽ വരത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയട്ടെ, അതിന് ഈ സംരംഭത്തിന് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇതിന്റെ പ്രകാശനം നടത്തി
നടത്തിയതായി ഔദ്യോഗികമായി ജീവന്റെ പുതുനാളുകളിൽ ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലേക്ക് മരണത്തിന്റെ സ്ലീപ്പിംഗ് പിൽസ് കൊടുത്ത് കൈപിടിച്ച് നടത്തുകയാണ് നാം. ബ്രിട്ടനിലും 1970 അമേരിക്കയിലും അബോർഷൻ നിയമാനുസൃതമാക്കി. ഭാരതത്തിലെ അമ്മമാർ അവരുടെ ഗർഭസ്ഥ ശിശുക്കളെ നശിപ്പിക്കുവാനുള്ള ലൈസൻസ് നൽകപ്പെട്ടു. ഈ കാട്ടാള നിയമം പ്രാബല്യത്തിൽ വന്നതുകൊണ്ട് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിർഭയരായി വളരേണ്ട ദശലക്ഷക്കണക്കിന് ശിശുക്കൾ ആശുപത്രികളിലെ അഴുക്കുതൊട്ടികളിലേക്കും ഓടകളിലേക്കും വലിച്ചെറിയപ്പെടുകയാണ്. സ്വയം സംരക്ഷിക്കുവാനോ എതിർക്കുവാനോ കെൽപ്പില്ലാത്ത ഈ പിഞ്ചു പൈതങ്ങൾ അവിടെ കിടന്ന് പിടഞ്ഞു പിടഞ്ഞു തീരുകയാണ്. 2 നിമിഷം കൊണ്ട് നമ്മൾ നട്ടുവളർത്തിയ കുരുന്നു ചെടികൾ സൂര്യന് നേരെ ഒന്ന് ചിറകുരുത്താൻ മതിയാവോളം ഒന്ന് കരയാൻ എന്തിന് കണ്ട സ്വപ്നം മുഴുവനാക്കാൻ പോലും അനുവദിക്കാതെ
വെട്ടിവീഴ്ത്തുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കേണ്ടി വരും, നമ്മൾ ആരാണ്? മനുഷ്യനോ അതോ? ഒരു മനുഷ്യന്റെയോ മറ്റേത് ജീവജാലത്തിന്റെയോ ജീവൻ ആരംഭിക്കുന്നത് അതാതിന്റെ ആൺ വർഗത്തിന്റെയും പെൺവർഗത്തിന്റെയും അണ്ഡ ബീജങ്ങൾ തമ്മിൽ സംയോജിക്കുമ്പോഴാണ്. അണ്ഡവും ബീജവും കൂടി ചേരുന്ന ആ പ്രക്രിയയാണ് അണ്ഡബീജ സംയോജനം അഥവാ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ആ നിമിഷത്തിൽ തന്നെ ഒരു ജീവജാലത്തിന്റെ ജീവൻ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് വൈദ്യലോകവും ജന്തുലോകവും വൈദ്യശാസ്ത്രം അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു. മുഖം വികസിപ്പിക്കുക, അതിനുള്ളിലേക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള മൂർച്ചയേറിയ ഒരു ഉപകരണം കെടുത്തി ഗർഭസ്ഥ ശിശുവിനെ തൊണ്ടമാക്കി പുറത്തേക്ക് എടുക്കുക. ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരു മാർഗം അത്യന്തം ക്രൂരവും ഹീനവും നീചവും തന്നെ നമുക്ക് പറയാം. ഈ മനുഷ്യക്കുഞ്ഞിന്റെ ശരീരഭാഗങ്ങൾ 2 മാസമോ 3 മാസമോ പ്രായമുള്ള മനുഷ്യക്കുഞ്ഞിന്റെ ശരീരഭാഗങ്ങൾ വലിയ കഷണങ്ങളായിട്ട് പച്ചയായിട്ട് വെട്ടിനുറുക്കി പുറത്തേക്ക് എടുക്കുന്ന അത്യന്തം ഭയാനകമായ പാർശ്വഫലങ്ങൾ ഉളവാക്കുന്ന ഈ പ്രക്രിയയ്ക്ക് വിധേയമാകുന്ന സ്ത്രീയിൽ തന്നെ ശാരീരികവും മാനസികവുമായ ഒത്തിരിയേറെ പ്രത്യാഘാതങ്ങൾക്ക് സാധ്യതയുള്ള ഒരു മാർഗമാണ് DNC എന്ന മാർഗം. നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് വളരെയേറെ സ്ഥാപനങ്ങൾ ആശുപത്രികളിൽ പ്രചാരത്തിലുള്ള മാർഗവും വളരെ എളുപ്പത്തിൽ നടത്താൻ കഴിയുന്നതുമായ ഒരു മാർഗമാണ് D&C എന്ന മാർഗം. ഈ സാഹചര്യത്തിലും 3 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾ അത്യന്തം വേദന അനുഭവിച്ചുകൊണ്ട് പച്ചയായിട്ട് തൊണ്ടമായിട്ട് അറുക്കപ്പെടുകയും ഈ അറുത്തുമാറ്റിയ കഷ്ണങ്ങളെ ഈ ചർമ്മ പോലുള്ള ഉപകരണം ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്പൂൺ പോലുള്ള ഉപകരണം ഉപയോഗിച്ച് ക്യുരറ്റ് എന്നാണ് അറിയപ്പെടുക. ഈ ഉപകരണം ഉപയോഗിച്ച് ഈ കുഞ്ഞിനെ പുറത്തേക്ക് ഈ കുഞ്ഞിനെ കഷ്ണങ്ങളാക്കി പുറത്തേക്ക് എടുക്കുകയും ചെയ്യുന്നു. ഇതാണ് D&C അഥവാ ഡയലറ്റേഷൻ ആൻഡ് ക്യുരറ്റേജ് എന്ന മാർഗം. നാലാമതായിട്ട് മറ്റൊരു മാർഗം നമ്മുടെ സമൂഹത്തിലുള്ളത് സക്ഷൻ അബോർഷൻ എന്ന ഒരു പ്രത്യേക മാർഗമാണ്. സക്ഷൻ അബോർഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ ഈ തറയിൽ മറ്റും പൊടി വൃത്തിയാക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാക്വം ക്ലീനർ എന്ന ഒരു ഉപകരണത്തെ പറ്റി നാം കേട്ടിട്ടുണ്ടാവും. ഈ വാക്വം ക്ലീനർ ഉപയോഗിച്ച് തറ വൃത്തിയാക്കുന്ന അതേ ലാഘവത്തോടുകൂടി അതേ രീതിയിൽ തന്നെ ഗർഭപാത്രത്തിന്റെ ഉള്ളിലേക്ക് വാക്വം ക്ലീനറിന് സമാനമായ ഒരു ഉപകരണത്തിന്റെ കൂടുതൽ ഘടിപ്പിക്കുകയും യന്ത്രം അതിശക്തിയായി പ്രവർത്തിപ്പിക്കുമ്പോൾ ആ മോട്ടോർ കറങ്ങി ഒരു ന്യൂനമർദ്ദം ഉണ്ടായി. ഈ ന്യൂനമർദ്ദത്താൽ ഗർഭപാത്രത്തിലെ കുഞ്ഞിനെ പല കഷണങ്ങളായിട്ട് ഈ യന്ത്രത്തിന്റെ സമീപത്തിൽ വെച്ചിരിക്കുന്ന ഒരു കുപ്പിയിലേക്ക് വലിച്ചെടുക്കുകയും വെള്ളം കുട്ടിയുടെ തലച്ചോറ് സക്ഷൻ കുഴൽ വഴി മൊത്തം വലിച്ചൂട്ടി പുറത്തേക്ക് എടുക്കും. അതോടുകൂടി കുട്ടിയുടെ തലയോട്ടി കൊളാപ്സ് ചെയ്ത് അതുകൊണ്ട് ചുരുങ്ങി ചെറുതാകുകയും മരണപ്പെട്ട കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കുകയും. അത്യന്തം പ്രാകൃതവും അത്യന്തം ഹീനവുമായ ഈ മാർഗം ഈ അടുത്ത കാലത്ത് അമേരിക്കയിൽ പോലും അത് നിരോധിക്കുകയുണ്ടായി എന്നുള്ളത് ഹീനവും ക്രൂരവുമായ മാർഗങ്ങൾ ചെയ്യുവാൻ ചില ഡോക്ടർമാരെങ്കിലും തയ്യാറായി വരുന്നു എന്നുള്ളത് വൈദ്യശാസ്ത്രത്തെയും മനുഷ്യവർഗത്തെയും തന്നെ അത്ഭുതപ്പെടുത്തേണ്ടതും ഞെട്ടിപ്പിക്കുന്നതുമാണ്. നമ്മുടെ നാട്ടിലെ പലരും വിചാരിച്ചിരിക്കുന്ന ചില തരത്തിൽ ഈ മുഴുകുന്ന ഉൾപ്പെടുത്തുന്ന ഓർമ്മകൾ അവിടെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഇത് അവരെ സംബന്ധിച്ച് അവരുടെ മനസ്സിൽ ഒത്തിരിയേറെ പോറലുകളും വിഷമങ്ങളും ഉണ്ടാക്കുവാനും അത് അവരുടെ ഭാവി ജീവിതത്തിൽ തന്നെ ഗുരുതരമായിട്ട് ബാധിക്കുവാനും ഇടയാണ്. ഇത്തരത്തില് നമ്മുടെ കൗൺസിലിംഗ്
സഹായം മൂലം പിന്നെ കുറെ കസിന്റെ സഹായം മൂലമാണ് ഇത് പൂർത്തിയായത്. പിന്നെ ഇതിന്റെ ആശയം ഫസ്റ്റ് തരുന്നത് ആദർശും നിതിൻ കെയറാണ്. അത് നമ്മൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തു. ഗ്രൂപ്പ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് പവൻകുമാർ, അഖിൽകുമാർ, രൂപേഷ്, ശ്യാമള, വിശാല. ഇവരൊക്കെ നമ്മൾ